കേന്ദ്ര സർക്കാർ ഭിന്നശേഷി കുട്ടികൾക്ക് നൽകുന്ന പരമോന്നത ബഹുമതി ശ്രേഷ്ഠ ദിവ്യാംഗ് ബാലക് പുരസ്കാരം കീബോർഡിൽ വിസ്മയം തീർക്കുന്ന കായംകുളം പ്രയാർ സ്വദേശി മുഹമ്മദ് യാസിൻ അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാഘോഷത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്നും ഏറ്റുവാങ്ങി. അവാർഡ് വാങ്ങുന്നതിനായി ന്യൂഡൽഹിയിലെത്തിയ മുഹമ്മദ് യാസിനും കുടുംബവും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലെത്തി. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ ശ്രേഷ്ഠ ദിവ്യാംഗ് ബാലക് പുരസ്കാരം കീബോർഡിൽ വിസ്മയം തീർക്കുന്ന കായംകുളം പ്രയാർ സ്വദേശി മുഹമ്മദ് യാസിൻ ഏറ്റുവാങ്ങി. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാഘോഷത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടത്തിയ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്നാണ് മുഹമ്മദ് യാസിൻ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അതേസമയം അവാർഡ് വാങ്ങുന്നതിനായി ന്യൂഡൽഹിയിലെത്തിയ മുഹമ്മദ് യാസിൻ പിതാവ് ഷാനവാസ്, മാതാവ് ഷൈല, സഹോദരൻ അൽ അമീൻ എന്നിവർ പ്രത്യേക ക്ഷണപ്രകാരം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഔദ്യോഗിക വസതിയിലെത്തി. മന്ത്രിക്കൊപ്പം ഇവർ ഏറെ നേരം ചെലവഴിച്ചു. മുഹമ്മദ് യാസിന്റെ ഇഷ്ടതാരമാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപി സിനിമകളിലെ പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും യാസിൻ വായിച്ചു കേൾപ്പിച്ചു. എല്ലാ പിറന്നാളിനും താരത്തിന്റെ സിനിമകളിലെ BGMകളും ഗാനങ്ങളും കീബോർഡിൽ വായിച്ച് യാസിൻ യൂട്യൂബിൽ ആശംസകൾ അർപ്പിക്കാറുണ്ട്. അതേസമയം യാസിനെ നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ കുറിപ്പിടുകയും ചെയ്തു. യാസിനെ നേരിട്ട് അഭിനന്ദിക്കാൻ ഉടൻ തന്നെ ഓച്ചിറ പ്രയാറിലുള്ള വീട്ടിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഹമ്മദ് യാസിൻ തന്നിലേക്കെത്താൻ വഴിയൊരുക്കിയ BJP നേതാവ് N ഹരിക്ക് സുരേഷ് ഗോപി നന്ദിയും പറഞ്ഞു. പ്രയാർ RVSM ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് യാസിൻ. കീബോർഡ് വായന, നൃത്തം, നാടക അഭിനയം എന്നിവയിലൊക്കെ ശ്രദ്ധേയനാണ് മുഹമ്മദ് യാസിൻ. കായംകുളത്തെ സാംസ്കാരിക പരിപാടികളിൽ നിത്യസാന്നിധ്യവുമാണ്. CDNet ന്യൂസ്, കായംകുളം.